കേവലം 4 വയസ്സു മാത്രം പ്രായമുള്ള കൃഷ്ണനെക്കുറിച്ച് ബാലന്മാർ പറഞ്ഞ കഥ ആർക്കും വിശ്വസിക്കാൻ തോന്നിയില്ല. 4 വയസ്സു പ്രായമുള്ള ഒരു കുട്ടി ആകാശം മുട്ടി നിൽക്കുന്ന പെരുമരങ്ങളെ മറിച്ചിടുമോ? അവനെ തൊഴുതു വന്ദിക്കാൻ 2 ദിവ്യന്മാർ വന്നുപോലും. എന്തെല്ലാം കമ്പങ്ങളാണ് ഈ പിള്ളേര് പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് ആളുകൾ പുച്ഛിച്ചു. ആ സമയം കോപത്തോടുകൂടി നന്ദഗോപർ പ്രിയതമയെ നോക്കി ഗൗരവസ്വരത്തിൽ ശാസിച്ചു. ദുഷ്ടേ, സ്വന്തം കുഞ്ഞിനെ ഉരലിൽ കെട്ടിയിടുകയോ? ലോകത്തിൽ ഏതെങ്കിലും തള്ള ഇങ്ങനെ ചെയ്യുമോ? ആ മരത്തിന്റെ ഇടയിൽ കിടന്നു കുഞ്ഞു ചത്തുപോയിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നടി പാപി? ഇതിനു ശിക്ഷയായി ഉരലിന്റെ ഇണയായ ഉലക്ക കൊണ്ട് നിന്റെ നടുവിന് കൊട്ടണം. ഈ വിധം ശകാരിച്ചു സങ്കടത്തോടെ ആ പിതാവ് ഓടിച്ചെന്ന് ഓമൽ പുത്രനെ ഉരലിൽ നിന്നും മോചിപ്പിച്ച് പൂമേനിയിൽ പറ്റിയിരുന്ന ചേറും പൊടിയും തുടച്ചുകളഞ്ഞ് കൈത്തലത്തിലെടുത്ത് മാറോട് ചേർത്ത് പുണർന്ന് ചുംബിച്ചുകൊണ്ട് തന്റെ പീഠത്തിൽ വന്നിരുന്നു. പത്നിയോട് തോന്നിയിരുന്ന ഗൗരവം അപ്പോഴും മുഖത്ത് സ്ഫുരിച്ചിരുന്നു. എന്റെ കുഞ്ഞിനു വല്ല ആപത്തും സംഭവിച്ചിരുന്നെങ്കിൽ അയ്യോ, അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ എന്നിങ്ങനെ പുലമ്പി നെഞ്ചു തടവിക്കൊണ്ട് യശോദ തനയനെ വാങ്ങാനായി അടുക്കൽ വന്ന് കൈകൾ നീട്ടി. വേണ്ട, നിന്റെ ലാളനയും പുന്നാരവും ഒന്നും ഇനി വേണ്ട. കുഞ്ഞിനെ കൊല്ലാൻ ഉരലിൽ കെട്ടിയിരിക്കുന്നു. നിനക്ക് ആ കാളിന്തിയിൽ കൊണ്ടുചെന്ന് കെട്ടിത്താഴ്ത്താമായിരുന്നല്ലോ. യശോദ ബാഷ്പാവില നയനയായി അനുനയ വാക്കുകൾ പറഞ്ഞു കണ്ണനെ കയ്യിൽ വാങ്ങി. തല മുതൽ പാദം വരെ 100 വട്ടം ചുംബിച്ചു മടിയിലിരുത്തി സ്തന്യം നൽകി. അനന്തരം അവൾ മകനെ രാമച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് ദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങളും പൂശി പട്ടുകോണകവും ഉടുപ്പിച്ചു കനകാഭരണങ്ങളും അണിയിച്ച് പാലും വെണ്ണയും ചേർത്ത് അന്നവും നൽകി കിടക്കയിൽ കിടത്തി ഉറക്കി. താൻ ചെയ്തത് സാഹസമായി പോയി എന്നോർത്ത് പശ്ചാത്താപത്തോടെ അവൾ കുഞ്ഞിന്റെ കൂടെ കിടന്ന് കുറെ നേരം ആരും കാണാതെ കരഞ്ഞു. പുറത്തു വന്നപ്പോൾ ഗോപവാടത്തിലെ മിക്ക സ്ത്രീ പുരുഷന്മാരും അവിടെ നിൽപ്പുണ്ട്. ഈ അത്യാഹിതം കേട്ടറിഞ്ഞ് അവർ അവിടെ വന്നതാണ്. അവരെ കണ്ടപ്പോൾ താൻ ചെയ്ത പ്രവൃത്തി സാധൂകരിക്കാൻ വേണ്ടി ആ വധൂരത്നം വധിച്ചു. ഉണ്ണി കാണിക്കുന്ന കുസൃതികളും വേണ്ടാധീനങ്ങളുമെല്ലാം കണ്ടിട്ട് ഞാനൊന്നും ശാസിക്കുന്നില്ലെന്നാണ് ജനബോധ്യം. ഇപ്പോൾ ആ പരാതി തീർക്കാൻ വേണ്ടി ഞാനൊന്ന് ശിക്ഷിച്ചപ്പോൾ അതും പരാതിയായി. ഇതിനേക്കാൾ നല്ല ശിക്ഷ ഉലക്ക കൊണ്ട് തലക്കിട്ട് അടിക്കുകയായിരുന്നു. അതോടുകൂടി അവനെ കൊണ്ടുള്ള ശല്യവും തീർന്നു കിട്ടിയേനെ. നന്ദഗോപരുടെ ഈ മറുപടി കേട്ട് എല്ലാവരും ചിരിച്ചുപോയി. എന്തോ ആഭിചാരങ്ങളോ ക്ഷുദ്രങ്ങളോ നാട്ടിലുണ്ട്. അതാണ് അടിക്കടി ഇങ്ങനെയുള്ള ആപത്തുകൾ ഇവിടെയുണ്ടാകുന്നത് എന്ന് യശോദ തുടർന്നു പറഞ്ഞപ്പോൾ മറ്റുള്ളവരും അത് സമ്മതിച്ചു. എല്ലാവർക്കും അങ്ങനെയൊരു സംശയം ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു.